അങ്ങനെ ഇപ്പോൾ ഇവിടെ രാവിലെയായി നമ്മൾ പതുക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരികയാണ്. അതായത് ഇന്നലെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തപ്പോൾ വൈകുന്നേരം ആയിരുന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടൈം 11 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ വരെ ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് അതിന് മുമ്പുള്ള റെസ്റ്റ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ സ്ലീപ്പിൽ പോയി. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് വണ്ടി അനക്കാതെ സ്ലീപ്പ് ചെയ്യണം. എന്നാലേ നമുക്ക് പിറ്റേന്ന് 11 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 10 മണിക്കൂർ നമ്മുടെ സ്ലീപ്പ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഡെലിവറി ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി ഇപ്പം 105 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് 105 എന്ന് പറഞ്ഞാൽ നമ്മുടെ കാനഡയിലെ ഒണ്ടാരിയോയുടെ റൂൾ പ്രകാരം 105 വണ്ടി ലോക്കാണ്, സ്പീഡ് ഗവൺ ചെയ്തേക്കാണ്. അപ്പൊ അതിന്റെ മേളിൽ നമ്മുടെ വണ്ടി പോകില്ല. ഇപ്പൊ നമ്മള് ക്രൂസ് ഇട്ട് ഇപ്പൊ ഹൈവേസ് ആണ്, ഹൈവേയിൽ ട്രാഫിക് ഒന്നും വളരെ വളരെ കുറവാണ് ഹൈവേ. അപ്പൊ അത് കാരണം നമ്മള് 105 ക്രൂസ് ഇട്ട് നമ്മൾ കാലൊക്കെ മാറ്റി വെച്ച് സുഖമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വണ്ടിയെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടികളായതുകൊണ്ട് ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു കാറോ വേറെ ഏതെങ്കിലും വണ്ടി വന്ന് സ്ലോ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രക്ക് ഓട്ടോമാറ്റിക് സ്ലോ ആവും. അതനുസരിച്ച് അവർ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് സ്പീഡ് പിക്കപ്പ് ആയിക്കോളും. നമുക്കൊന്നും ചെയ്യാനില്ല. സഡൻ ബ്രേക്ക് ഈവൻ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഫ്രണ്ടിൽ ഉണ്ടായാൽ പോലും ട്രക്ക് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. അപ്പം വളരെ സേഫ് ആണ് നമ്മുടെ ഇവിടെ വണ്ടി ഓടിക്കുന്നത്. റിസ്ക് ഉള്ള ഒരു പരിപാടിയും ഇല്ല. ലൈൻ നമ്മൾ സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ലൈനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ ഒരു അലാം ഉണ്ട്. അപ്പം ആ റൈറ്റ് ലൈൻ ക്രോസ് കഴിഞ്ഞാൽ റൈറ്റ് ലൈനിൽ അലാം അടിക്കും, ലെഫ്റ്റ് ലൈൻ ക്രോസ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ അലാം അടിക്കും. അപ്പൊ അത് കാരണം ലൈൻ ക്രോസ് ജസ്റ്റ് നമ്മുടെ ശ്രദ്ധ എങ്ങാനും വിട്ടുപോയി നമ്മുടെ ലൈൻ ക്രോസ് ചെയ്താൽ പോലും നമുക്കൊരു വാർണിംഗ് അവർ തരും. അപ്പം വളരെ സേഫ് ആയിട്ടാണ് നമ്മൾ വണ്ടി പോകുന്നത്, ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ കയറുന്ന ഒരു റെസ്റ്റ് ഏരിയയിലേക്കാണ്. US-ന്റെ എല്ലാ ഹൈവേകളിലും ഓരോ നിശ്ചിത ഡിസ്റ്റൻസിൽ തന്നെ ഈ റെസ്റ്റ് ഏരിയകളുണ്ട്. ഇവർ മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്ന വാഷ്റൂം ഫെസിലിറ്റീസ് ആണ്. അതായത് റോഡിൻ്റെ സൈഡുകളിൽ നിങ്ങൾ സാധിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് പറയുന്നത്. അപ്പം ഈ വാഷ്റൂം എന്ന് പറയുന്നതെല്ലാം നല്ല അടിപൊളി ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ ഉള്ളത്. നമുക്കതിൻ്റെ ഉൾഭാഗം ഇപ്പോൾ കാണാം. അതുപോലെ തന്നെ ഈ റെസ്റ്റ് ഏരിയകളിലെല്ലാം അതാത് സ്റ്റേറ്റിൻ്റെ എല്ലാ ഇൻഫർമേഷൻസുകളും ഇവിടെ അവൈലബിൾ ആണ്. റെസ്റ്റ് ഏരിയകളോട് ചേർന്ന് തന്നെ വെൻഡിങ് മെഷീൻസ് ഉണ്ടാകും. അപ്പോൾ ഒരുവിധപ്പെട്ടുള്ള ഒരു ട്രാവലേഴ്സിന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസുകളും ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ട് നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം പെട്ടെന്ന് ഫുഡും കഴിച്ച് വാഷ്റൂമിൽ പോയിട്ട് നമുക്ക് ഉടനെ ഡെലിവറി ലൊക്കേഷനിലേക്ക് പുറപ്പെടാം. ഇനി ഡെലിവറി ലൊക്കേഷനിലെ വിശേഷങ്ങളാണ് കാണാനുള്ളത്. ഞാനിപ്പോൾ ഡെലിവറി ലൊക്കേഷനിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഡെലിവറി നമ്മൾ കൊണ്ടുവരുന്ന ട്രെയിലർ ഒരു ഡോക്കിലിടുക. അത് തൊട്ടിപ്പുറത്ത് തന്നെ എനിക്ക് കൊണ്ടുപോകേണ്ട ട്രെയിലർ റെഡിയായി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറിയും പിക്കപ്പും ഒരു സ്ഥലത്ത് തന്നെ പെട്ടെന്ന് തന്നെ കഴിയും. ഇത് കുറച്ച് ഈസിയാണ്. ഇത്തരം ജോബ് എല്ലായിടത്തും ഇതേ ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പം ഇത് പിക്കപ്പും കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഈ ലോഡ് എടുത്ത് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ലോഡ് നമ്മൾ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സെക്യൂർ ചെയ്യണം. അതായത് അതിന് നമ്മുടെ കയ്യിൽ സ്ട്രാപ്പ് ഉണ്ട്. നമ്മൾ ലോഡോട്ട് ഇറങ്ങുമ്പോൾ തന്നെ 2-3 സ്ട്രാപ്പ് വണ്ടിക്കകത്ത് കരുതിയിരിക്കും. പിന്നെ കൂടാതെ ലോഡ് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു പൈപ്പ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പം ഞാനിപ്പം ഈ ലോഡ് ഇപ്പം എൻ്റെ ബാക്കിൽ സ്ട്രാപ്പ് ഇടാൻ പോകണം. അപ്പോൾ ട്രെയിലറിൻ്റെ 2 സൈഡിലും സ്ട്രാപ്പ് ഇടാനുള്ള ഹുക്കുകളുണ്ട്. അപ്പം സ്ട്രാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെക്യൂർഡ് ആയി. ഇനിയിപ്പോൾ അത് ബാക്കിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ലെന്ന് മേക്ക് ഷുവർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡോറ് ക്ലോസ് ചെയ്ത് സീലിടുക. അപ്പം ചില സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ആ കമ്പനി തന്നെ, നമുക്ക് ലോഡ് തരുന്ന കമ്പനി തന്നെ അവർ തന്നെ സീല് പ്രൊവൈഡ് ചെയ്ത് അവർ തന്നെ സീൽ ഇട്ടായിരിക്കും തരുന്നത്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മുടെ സീൽ ഉപയോഗിക്കാം. സീൽ ഉപയോഗിച്ചതിന് ശേഷം സീലിൻ്റെ നമ്പർ ബിൽ ഓഫ് ലോഡിങ്ങിൽ മെൻഷൻ ചെയ്ത് നമ്മുടെ കമ്പനിക്ക് അയച്ചു കൊടുക്കുക. അത് ബോർഡറിൽ ഒരു വെരിഫൈ ചെയ്യും. ബോർഡറിൽ ചെല്ലുമ്പോഴത്തേന് ഇതേ സീൽ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അത് എപ്പോഴും ചെക്ക് ചെയ്യത്തില്ല, അത് വല്ലപ്പോഴും ഒക്കെ അത് ഒരു ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളത് മേക്ക് ഷുവർ ചെയ്യും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോഴേ പേപ്പർ അയച്ചു കൊടുത്താലേ നമ്മളവിടെ ബോർഡറിൽ എത്തുന്നതിന് മുമ്പ് ഇത് ക്ലിയർ ആവുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ലോഡ് എടുത്തു. ആദ്യം തന്നെ നമ്മൾ ലോഡ് ഡെലിവറി ചെയ്തു. അതായത് നമ്മൾ കൊണ്ടുവന്ന് ലോഡ് അവിടെ കൊടുത്തപ്പോൾ നമ്മുടെ പേപ്പറിനകത്ത് തന്നെ റിസീവ്ഡ് എന്നും പറഞ്ഞ് സൈൻ ചെയ്ത് തന്നു. ഇനി ഇത് നമ്മൾ നമ്മുടെ കമ്പനിക്ക് അയച്ചു കൊടുക്കണം. ഞാൻ ഓൾറെഡി ലോഡ് ഡെലിവറി ചെയ്തു എന്ന രീതിയിൽ നമ്മൾ കമ്പനിക്ക് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അയക്കണം. അപ്പോൾ നമ്മുടെ ഡെലിവറിയുടെ പരിപാടി കഴിഞ്ഞു. അടുത്ത നമ്മൾ അവിടെ നിന്ന് വേറൊരു ട്രെയിലർ സ്വിച്ച് ചെയ്തെടുത്തു. ആ ട്രെയിലറിൻ്റെ പേപ്പറുകളാണിത്. ഇത് അതിൻ്റെ കസ്റ്റംസ് ഇൻവോയ്സും ഇത് അതിൻ്റെ ബിൽ ഓഫ് ലോഡിങ്ങും ആണ്. കാര്യം നമ്മൾ എടുത്തത് MG റാക്സ് ആണ്, ലോഡല്ല, പ്രൊഡക്റ്റ് ഒന്നുമില്ല, വെറും MG റാക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ബോർഡർ ക്രോസ് ചെയ്ത് കാനഡ കയറുമ്പോഴത്തേനും കാനഡ ബോർഡറിലേക്ക് സബ്മിറ്റ് ചെയ്ത് ഒരു അപ്രൂവൽ എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വെച്ച് കൊടുക്കുമ്പോൾ
ഇതൊരു സ്റ്റിക്കറുണ്ട്. ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണം. ഈ സ്റ്റിക്കർ ഇപ്പം ഈ എനിക്ക് ലോഡ് തന്ന കമ്പനിക്കാരിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളത് കാരണം അവർ തന്നെ ഒട്ടിച്ച് അയച്ച് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏത് ബോർഡറാണ് ക്രോസ് ചെയ്യുന്നതെന്നും ഏത് ഡേറ്റിലാണ് ക്രോസ് ചെയ്യുന്നതെന്നും നമ്മുടെ വണ്ടിയിൽ ഇട്ടേക്കുന്ന സീൽ നമ്പർ എഴുതി അങ്ങനെ ഓൾറെഡി അത് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഫോട്ടോ എടുത്ത് ഞാൻ അയക്കുകയാണ്. ഈ 2 പേപ്പറും കമ്പനിക്ക് അയച്ചു കഴിയുമ്പോൾ അവരത് ബോർഡർ കൊടുത്ത് ബോർഡറിൽ നിന്ന് നമുക്ക് ക്ലിയറൻസ് എടുത്ത് വേറൊരു എയ്സ് എന്നും പറഞ്ഞൊരു പേപ്പർ നമുക്ക് ഇങ്ങോട്ട് അയക്കും. അപ്പോൾ അത് നമ്മളിവിടെ പ്രിൻ്റ് എടുക്കും. എനിക്കിവിടെ പ്രിൻ്റ് എടുക്കാനായിട്ട് എൻ്റെ വണ്ടിയിൽ തന്നെ പ്രിൻ്ററുണ്ട്. പ്രിൻ്റർ ഉള്ളത് കാരണം ഞാൻ മൊബൈലിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വയർലെസ് പ്രിൻ്ററാണ് പ്രിൻ്റ് എടുത്ത് നമ്മൾ ബോർഡറിൽ ആ പേപ്പറും നമ്മുടെ പാസ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്താണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ലോഡ് സ്വിച്ച് ചെയ്തെടുത്തിരുന്നു. ഒരു ട്രെയിലർ അവിടെ കൊണ്ട് ഇട്ടു, അടുത്ത ട്രെയിലർ എടുത്ത് തിരിച്ചു പോരുന്നത്. പക്ഷേ എല്ലാ കമ്പനികളിലും അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാകണമെന്നില്ല. കാര്യം 3 ടൈപ്പാണ്. ഒന്ന്, ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ അവിടെ നിന്ന് തന്നെ നമ്മൾ ഡോക്കിലടിച്ച് ഡോർ ഓപ്പൺ ചെയ്ത് ഡോക്കിൽ കിടന്നു കഴിഞ്ഞാൽ അവർ വന്ന് ആദ്യം അൺലോഡ് ചെയ്യും. അൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു പോകാൻ ലോഡ് ഉണ്ടെങ്കിൽ അവർ ലോഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്കൊരു എത്ര 2-3 മണിക്കൂർ, മോസ്റ്റ്ലി മാക്സിമം 2 മണിക്കൂർ ടൈം എടുക്കാറുണ്ട്. പിന്നെ ചില കേസുകളിൽ ഈ ലോഡ് ഡെലിവറി കഴിയുമ്പോൾ അവിടെ പിക്കപ്പ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഇൻഫോം ചെയ്ത് കഴിയുമ്പോൾ കമ്പനി നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷൻ തരും. അപ്പോൾ നമ്മൾ ഈ MG ട്രെയിലറുമായിട്ട് ആ ലൊക്കേഷനിൽ പോകണം. ആ ലൊക്കേഷനിൽ നമുക്ക് തിരിച്ച് കാനഡയ്ക്ക് പോകാനുള്ള പിക്കപ്പ് എടുക്കണം. പിക്കപ്പ് എടുത്ത് നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ ഈ 3 ടൈപ്പിലാണ്. അതിപ്പം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരും. ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഡെഡിക്കേറ്റഡ് എണ്ണമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇത് തന്നെ ഇവിടെ വരിക, സ്വിച്ച് ചെയ്യുക, അടുത്ത ട്രെയിലർ എടുക്കുക, പോവുക. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആണോന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ. അതിങ്ങനെ 3 ടൈപ്പിലാണ് നമ്മുടെ ലോഡ് കവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഡെലിവറിയും പിക്കപ്പും എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പം തിരിച്ച് പുറപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ നേരെ ഒരു ഫ്യൂൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് ഡീസൽ അടിക്കണം വണ്ടിയിൽ. അപ്പോൾ നമ്മൾ നേരെ ഫ്യൂൽ സ്റ്റേഷനിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസ് സ്റ്റേഷൻ്റെ പേര് ലൗസ് എന്നാണ്. ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ആരും കൺഫ്യൂഷൻ ആക്കണ്ട. പെട്രോളിനെയും ഡീസലിനും കൂടെ ഒരു കോമൺ ആയിട്ട് പറയുന്നതാണ് ഗ്യാസ് എന്ന്. അപ്പോൾ നമുക്കൊരു ഫ്യൂൽ കാർഡുണ്ട്. ഫ്യൂൽ കാർഡ് സ്വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടി നമ്പരും എംപ്ലോയി ID ഒക്കെ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ അടിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കേണ്ട. കമ്പനി തന്നെ ഫ്യൂൽ കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ US ഗ്യാസ് അടിക്കുമ്പോഴത്തേന് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് 2 ടാങ്കാണ്. 2 ടാങ്കിലും ഓരോ ടൈം നമുക്ക് ഗ്യാസ് അടിക്കാൻ പറ്റും. അതായത് കാനഡയിൽ നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ. കാനഡയിൽ ഒരു ടാങ്കിൽ അടിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ടാങ്കിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ US 2 ടാങ്കിൽ ഒരേ ടൈം അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫില്ലാകുകയും ചെയ്യും. ഇപ്പോൾ 2 ടാങ്കിൽ നമ്മൾ ഗ്യാസ് അടിക്കാനുള്ള ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അത് മൊത്തത്തിൽ ഫില്ലാകാൻ ഒരു വലിയ ടാങ്ക് ആയത് കാരണം അപ്പം ഗ്യാസ് ഫില്ല് ചെയ്യാനുള്ള ഗണ്ണ് നമ്മളവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇനി ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ വിൻഷീൽഡും സൈഡും ഗ്ലാസും എല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് ബെറ്റർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഗ്ലാസ്സിലുള്ള ഡബ്രീസുകളൊക്കെ പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഡീസൽ കൂടാതെ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്, അതായത് ഡെഫ് എന്ന് പറഞ്ഞൊരു സാധനവും കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. അതായത് ഇത് പുക വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ലിക്വിഡാണെന്നാണ് പറയുന്നത്. അപ്പം ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ്. നമ്മളിപ്പോൾ ഈ ഫ്യൂൽ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഫ്യൂൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ അത്യാവശ്യമുണ്ട്. നമുക്ക് കോഫി എടുക്കാനും ഡ്രിങ്ക്സ് എടുക്കാനും അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതൊരു ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് കണക്കാണ്. എല്ലാ ഐറ്റവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈവൻ ബിയർ വരെ നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ ട്രക്കിനും ഡ്രൈവർമാർക്കും ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ട്രക്കിൻ്റെ പാർട്സ് തൊട്ട് ഈവൻ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റംസ് വരെ ഇതിൻ്റെ ഇവിടെ കിട്ടും. പിന്നീട് എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സബ്വേയും ഹാർഡീസും ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ്. അതായത് ഇതിനുള്ളിൽ കയറുന്നത് ഏകദേശം ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കയറുന്നൊരു പ്രതീതിയാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഇവിടുത്തെ വാഷ്റൂം. അതായത് നമുക്കൊരു പ്രൈവറ്റ് ഇത് കിട്ടും, ഷവർ കിട്ടും. അതിപ്പോൾ ഷവർ കിട്ടിയ നമ്പർ നമ്മളതിൽ ഞെക്കിയാണ് ഇതിനകത്ത് കയറുന്നത്. വളരെ പ്രൈവസിയാണ്. ഇവിടെ തന്നെ ലോണ്ട്രി ഉണ്ട്. ഇപ്പം ഇത് മെയിനിലോട്ട് നമ്മൾ കയറി ഇനി എന്നിട്ട് നമുക്ക് അസൈൻ ചെയ്തേക്കുന്ന നമ്പർ ഡോറിൻ്റെ അടുത്ത് എന്നിട്ട് വീണ്ടും ആ നമ്പർ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഷവറിൻ്റെ ഉള്ളിലേക്ക് കയറണം. നമ്മൾ ആ ഷവറിൻ്റെ ഉള്ളിൽ കാണാൻ നമുക്ക് വലിയൊരു ഫെസിലിറ്റീസാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ ഓരോ വട്ടം ഫ്യൂൽ അടിക്കും തോറും നമുക്ക് ഓരോ ഷവർ ഫ്രീ ആയിട്ട് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷവറിന് $12 നമ്മൾ പേ ചെയ്യണം. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഫ്യൂൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഷവറെല്ലാം ഫ്രീ ആണ്. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റേഷനിൽ തന്നെ നമുക്ക് കുളിക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പം വീണ്ടും വഴിയെ നമുക്ക് കാണാം.
US ഡെലിവറിയും പിക്കപ്പും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും കാനഡയിലേക്ക് വരികയാണ്. കാനഡ ബോർഡർ കയറി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ വീക്കെൻഡ് ആഘോഷഭരിതമാക്കാൻ വേണ്ടി ഡ്യൂട്ടി ഫ്രീ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ കയറി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാനുള്ള സാധനം വാങ്ങിക്കുക, എന്നിട്ട് നേരെ നമ്മൾ പോവുക. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ടായിരിക്കും.